എന്താണ് അവസ്ഥ? ഇപ്പൊ ഞാൻ നല്ല കുറച്ച് ഗുണ്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. നല്ല വ്യത്യാസല്ലേ പഴയ മാളവിക ഇപ്പോഴുള്ള മാളവിക? ഇപ്പൊ കൂടുതൽ സുന്ദരിയായി. ഓ, അപ്പൊ ഞാനൊന്ന് ഭംഗിയില്ലായിരുന്നു. അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ എല്ലാ സുന്ദരിമാരായ നടിമാരുടെ ഒരു മിക്സ്ചറാണ് ഞാൻ. പടം ഇല്ലാത്തോണ്ടാ ഡ്രസ്സ് കുറഞ്ഞു. നിങ്ങൾ ഡ്രസ്സ് ഒന്ന് കുറയ്ക്കും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് ചെയ്യും. നിങ്ങൾക്ക് പടം കിട്ടുന്നുണ്ടോ? വിച്ച് പായസം? പാലടയായാലോ? ഡൺ. ഈ ഇൻഡക്ഷൻ കുക്ക് അടുക്കള കയറാറുണ്ട് സത്യം പറയാം. എന്താ ആവശ്യം? യൂത് എന്തൊക്കെ ഒച്ച വരുന്നു. മറ്റേ ഇതുണ്ടോ, ഇഡ്ഡലി പാത്രം ഉണ്ടോ നിൽക്കാനായിട്ടല്ലേ? അത് കരിയുന്നു 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 കരിയുന്നു. ഇത് പിടിച്ചേ, ഇതൊന്ന് പിടിച്ചേ. ഓക്കെ ബൈ. പക്ഷെ ഈ സാധനം പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് പേടിയായി. ചില്ല് മാച്ചിക്കൊന്നാ ഇത്രേ ഉള്ളൂ. ഇങ്ങോട്ട് വരൂ, പേടിക്കണ്ട. ഞാൻ ഓടിക്കണം, നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. വീട്ടുകാർ പറയണ്ട കല്യാണം കഴിക്കാൻ സമയമായി. ഇല്ല ഇല്ല, അവരാരും പ്രഷർ ചെയ്യുന്നില്ല. അതാണ് എന്റെ പ്രഷർ. റൊമാൻറ്റിക് ആണ്, പക്ഷെ കാണിക്കേണ്ടടുത്ത് മാത്രം കാണിക്കുള്ളൂ. അല്ലേ അല്ലേ? അസലായിരിക്കണം ഞങ്ങളുടെ അസാധ്യം. പായസം. ഷുഗർ കട്ടായിരിക്കും. എന്നാ അതൊരു പായസം എടുക്കട്ടെ. ഹായ് ഹലോ എവറി വൺ, വെൽക്കം ടു ഓൺ എയർ വിത്ത് മീനാക്ഷി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജാങ്കോ സ്പേസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഞാൻ നേരാണ്. അപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ എൻ്റെ ഗസ്റ്റ് വളരെ സുന്ദരി കുട്ടിയാണ്. നമ്മുടെ മലയാള തനിമയോട് കൂടി നമ്മുടെ മലയാളത്തിലേക്ക് കയറി വന്ന നമ്മുടെ പ്രിയപ്പെട്ട നായിക മാളവിക മേനൻ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം മനസ്സിലായല്ലോ ഞങ്ങളുടെ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട്. ഞങ്ങളൊരു വിഷു സ്പെഷ്യൽ ഇൻ്റർവ്യൂ ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം മാളവികയുടെ ലേറ്റസ്റ്റ് വിഷു വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് കിക്ക് ഓഫ് ചെയ്യാം ഇൻ്റർവ്യൂ. വിഷു എല്ലാ തവണത്തെ പോലെ കണി കണ്ട് തുടങ്ങും നമ്മളെല്ലാ മലയാളികളെ പോലെ. പിന്നെ ഇത്തവണ വീട്ടിൽ തന്നെയാണ്. കുറച്ച് മൂവീസൊക്കെ ഇപ്പോൾ ചെയ്തു. 2-3 റിലീസിനുണ്ട്. ഏതൊക്കെയാണുള്ളത് ഇനി വരെ? ഇപ്പോൾ റീസെൻ്റ്ലി ധ്യാൻ ചേട്ടൻ്റെ ഒരെണ്ണം ഫിനിഷ് ചെയ്തു. പിന്നെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി, ഒരു തൃശ്ശൂർ വെച്ച് കുറച്ച് അവിടെ ബേസ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു കോളേജ് ഫിലിം. പിന്നെ നാദശിക്കയുടെ ഒരു മൂവി കൂടെ ഉണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി റിലീസ് ആവാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന പടങ്ങളാണ് അല്ലേ? നമ്മുടെ മീശമാധവൻ സിനിമയിൽ പറയില്ലേ, പിള്ളേരെ കണി കാണിച്ച പിള്ളേച്ച എന്ന് പറയണ പോലെ ഒക്കെ നമുക്ക് സാധാരണ ഈ വിഷു ദിവസേ ഈ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഈ കണി കണ്ടില്ലെങ്കിൽ ഒരു നമ്മൾ മലയാളികൾക്ക് ഒരു അസംതൃപ്തി ഉണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ എന്തെങ്കിലും പിള്ളേർ ആരെങ്കിലും എന്തെങ്കിലും കണി കാണിച്ചിട്ടുണ്ടോ? അയ്യോ, ഇതുവരെ അങ്ങനെയൊന്നുമില്ല. മീശമാധവനിലൊക്കെ കണ്ട കണിയെന്നുള്ളത് എൻ്റെ അമ്മോ, അതൊരു വല്ലാത്ത മേക്കിംഗ് ആണല്ലോ. ഇതുവരെ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മള് കൃഷ്ണനെ തന്നെയാണ് കണി കണ്ടുള്ളത്. അപ്പം എപ്പോഴെങ്കിലും ഈ വീട്ടില് ഓക്കെ ലെറ്റ് മീ ആസ്ക് യു, ഒരു നടിയാകുന്നതിന് മുൻപും ശേഷമുള്ള വിഷു എങ്ങനെയാണ്? അത് എനിക്ക് കൊടുങ്ങല്ലൂരാണ് വീട്. കൊടുങ്ങല്ലൂര് ശരിക്കും പ്രോപ്പർ. അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളറിയാതെ ചിലപ്പോ മേ ബി പണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെയാണ് സ്ഥിരമായിട്ട് ഉണ്ടാവുക. വേറെ ആലോചിക്കേണ്ട അയ്യോ ഇത്തവണ എവിടെയായിരിക്കും വിഷു എന്നുള്ള ആലോചിക്കേണ്ട ഒരു ഇതില്ല. നോർമലി വീട്ടിൽ തന്നെയാണ്. ഇതിപ്പോ ചിലപ്പോ എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളെ വീട്ടിൽ സ്ഥിരം കണി വെക്കും, തലേന്ന് കണി കാണും, പടക്കം പൊട്ടിക്കും, സദ്യ, അങ്ങനെയൊക്കെ തന്നെ. ഒരു വ്യത്യാസം ഇല്ല. എപ്പോഴെങ്കിലും അങ്ങനെ സെറ്റിൽ വിഷു ആഘോഷിച്ചിട്ടുണ്ടോ? വിഷു സെറ്റിൽ ആഘോഷിച്ചിട്ടില്ല. ഒരു ഓണം ആഘോഷമുണ്ട്, വിഷു ഇല്ല തോന്നുന്നു. വിഷു അല്ല. ഏത് സിനിമയുടെ സെറ്റിലായിരുന്നോ? എനിക്ക് തോന്നുന്നു ഞാൻ മേരിക്കുട്ടി രഞ്ജിത്ത് സാറും ചേട്ടന്റെ മൂവിയില്. അത് ഓണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, തെറ്റല്ലാന്ന് വിചാരിക്കണം. സദ്യ ഉണ്ടായിരുന്നു, ആ ഒരു ഓർമ്മയുണ്ട്. അതാണ് ഇത്ര നല്ല ഓർമ്മ എന്തുണ്ടായിരുന്നല്ലേ? അത് വിഷു ആണോ ഓണാണോ എന്ന് ആലോചിക്കുക. വിഷു എല്ലാം തോന്നുന്നു. പൊതുവെ മാളവിക എങ്ങനെയാണ്, ഒരു ഭക്ഷണപ്രിയയാണോ? അതെ, ആണ്. ഞാൻ അത്യാവശ്യം ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പം നമ്മളിങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ ബോഡി നോക്കണം, നമ്മളെ ഫിഗർ പോവാതെ നോക്കണം. അപ്പൊ ഇതൊന്നും ബോദർ ചെയ്യാണ്ട് കഴിക്കണ ഒരു പേഴ്സൺ ആണോ? അതെങ്ങനെയാ പറയാ, ചില നേരത്തെ ഞാൻ ഭയങ്കരമായിട്ട് ബോദർ ചെയ്യും. ചില നേരത്ത് മേ ബി എൻ്റെ ഹങ്കർ പാങ്സ് ആണോ അറിയില്ല, അത് ബോദർ ചെയ്യിപ്പിക്കുന്നില്ല. അങ്ങനെ പാടില്ല. ബട്ട് പിന്നെ കുറച്ച് നമ്മൾ ലേഡീസ് ആണ്, കുറച്ച് ഹോർമോണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ
അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് കഴിച്ചാലും ഇപ്പോൾ ഓവറായിട്ട് കഴിച്ചു എന്നല്ല, ഞാൻ കഴിക്കുന്നത് കുറവാ, പക്ഷെ വാട്ട് ഐ ഈറ്റ് എന്നുള്ള ഒരു ഇതുകൊണ്ട് പ്ലസ് നമുക്ക് ചിലർ, എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഫുഡ് വെള്ളമൊക്കെ അടുത്ത് വെച്ചാൽ തന്നെ ഇങ്ങനെ വീർത്തു വരുന്ന ആൾക്കാരാണ് ഇല്ലെങ്കിലും. അപ്പോ അതൊരു വിഷയം. പ്ലസ് ചോദിച്ചത് കറക്റ്റാണ്, മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. എന്റെ മൂഡ് അനുസരിച്ച് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പൊ ഞാൻ നല്ല കുറച്ച് ഗുണ്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. ബട്ട് ഓൺ ദി ഗോ, ഐ മീൻ ഓൺ പ്രോസസ് ആണ്, ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഇഷ്യൂ കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു 3 ഇരട്ടി ചെയ്താലേ അങ്ങനെ ഇഷ്യൂസ് ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു എഫക്റ്റ് ആവുള്ളൂ. ബട്ട് ബിഫോർ ഐ കൻ ടോട്ടലി റിലേറ്റ്. എനിക്ക് ആ എക്സ്പ്രഷൻ മനസ്സിലായി. അപ്പോ നോർമലി മുമ്പ് എന്ന് പറഞ്ഞപ്പോ ഞാൻ CBI എന്ന് പറഞ്ഞ ഫിലിമിന് എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസമാണ് ഞാൻ ആകെ ജിമ്മിൽ പോയത്. 10 ദിവസം കാലത്തും വൈകിട്ടും പോയിട്ട് ഐ ട്രിംഡ് ലൈക്ക് എനിത്തിങ്. അത് ജസ്റ്റ് കറക്റ്റ് ഞാൻ ദിവസം എണ്ണിയിരുന്നു. പക്ഷെ അത് ഇപ്പോ ഒരു 10 ദിവസമായി ഞാൻ ജിമ്മിൽ പോകുന്നു. അത് ജിമ്മിന്റെ കുഴപ്പം ഒന്നുമല്ല, നമുക്ക് മെറ്റബോളിസം നമ്മൾ ചേഞ്ച് ആവും. പിന്നെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്താ ചെയ്യണേ എന്നുള്ളതൊക്കെ. കറക്റ്റ് ഒരു ട്രെയിനറും എല്ലാം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും. പിന്നെ നമ്മളുടെ ബോഡി ഓരോ ടൈമിലും മാറിക്കൊണ്ടിരിക്കുകയാണ്, മെറ്റബോളിസവും എല്ലാം. അപ്പൊ അതനുസരിച്ചിരിക്കും ആ സമയത്ത് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ആ ഏജിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇനി ഏജ് കൂടും തോറും നമുക്ക് അത് അത്ര എളുപ്പമായി എന്ന് വരില്ല. പക്ഷെ എളുപ്പമായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ മുമ്പിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോ അവരൊക്കെ അഡ്മയർ ചെയ്ത് ഇങ്ങനെ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ ചാൻസ് ഉണ്ട് എന്നാണ് മാളവിക പറഞ്ഞൊരു. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വണ്ണം വെച്ചിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നടിമാരൊക്കെ കുറേ ബോഡി ഷേമിങ്ങിനും ഇതിനൊക്കെ ലൈക്ക് വിക്റ്റിമായിട്ടുണ്ട്. മാളവികയ്ക്ക് അങ്ങനെ വരാറുണ്ടോ? പോസ്റ്റിനൊക്കെ വണ്ണം വെച്ചല്ലോ, തടി വെച്ചല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്? അതിപ്പോ നോർമലി അത് എല്ലാവരും ഒരു നേച്ചറാണ് അങ്ങനെ പറയാൻ. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ആളാവട്ടെ, നമ്മള് റിലേറ്റീവ് ആരായാലും, അയ്യോ ഞാൻ ഈ അടുത്തും കേട്ടിരുന്നു അത്, തടി കുറഞ്ഞിരിക്കുമ്പോ അയ്യോ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചല്ലോ, ഒന്നും കഴിക്കണില്ലേ എന്ന് ചോദിക്കും. എന്നാൽ അത്രയും നല്ല പോഷകമായിട്ടിരുന്ന കഴിഞ്ഞാൽ തടി വെച്ചല്ലോ, നോർമൽ ചോദ്യമാണ്. അതിപ്പോ പോസ്റ്റിന്റെ അടിയിൽ നമുക്ക് ആ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ചോദിക്കും, പരിചയമുള്ളവർ നേരിട്ട് ചോദിക്കും. അതിപ്പോ എന്താ പറയാ, ഞാൻ അതിനുള്ള റിപ്ലൈ പറയുമ്പോൾ എനിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ തടി വെച്ചു. അതിനിപ്പോ എനിക്ക് എന്താ പറയാ, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഞാനൊരാൾ വിചാരിച്ച അത് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല, അതൊരു നേച്ചറാണ് എല്ലാവരുടെയും. പക്ഷെ അത് അവനവൻ മനസ്സിലാക്കി, ശരി ഇറ്റ്സ് ദെയർ ഫിസിക്, അവനവനും അങ്ങനെ ഒരു ബോഡി ഉണ്ട്, നമുക്കും എന്തെങ്കിലും ചേഞ്ച് എന്ന് വേണമെങ്കിലും ആവും. ഇപ്പൊ നാളത്തെ കാര്യം നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതൊന്നും ആരും ബോധേഡല്ല ഇക്കാലത്ത് പ്രത്യേകിച്ച്. അത് ആ വഴിക്ക് പോകുന്നു, നമ്മൾ എന്താണോ നമുക്ക് തോന്നുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പൊ ഈ ഔട്ട്ഫിറ്റ്സ് പലതരത്തിലുള്ളത് ഇടുമ്പോഴത്തേക്കും കംഫർട്ടബിൾ ആണോ, ലൈക്ക് അതോ എന്റെ ബോഡിക്ക് ചേരുന്ന പോലെ ഞാൻ ഡ്രസ് ചെയ്യും, അങ്ങനെ ഒരു ഇതുണ്ടോ? കൂടുതലും എനിക്ക് ബോഡിക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ഇട്ട് പോവാനാണ് എനിക്ക് താല്പര്യം. പിന്നെ കംഫർട്ട് ഞാൻ ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. അതെ, സ്റ്റൈൽ എൻ്റെ അടുത്ത് ചോദിക്കണ്ടേ, സ്റ്റൈൽ ആൻഡ് കംഫർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കംഫർട്ട് ആണ് ചൂസ് ചെയ്യുക, എന്നിട്ടായിരിക്കും ഒരു സ്റ്റൈൽ. കാരണം നമ്മൾ ഫസ്റ്റ് കംഫർട്ടബിൾ ആയാലേ നമ്മളെ തന്നെ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ, വാട്ട് എവർ വി വെയർ. അല്ലാതെ സ്റ്റൈൽ കാണിച്ച് ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ. പക്ഷെ എന്താ പറയാ, ഈ ലാസ്റ്റ് മിനിറ്റ് ഇതില് മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അത് മാനേജ് ചെയ്യാൻ നമ്മൾ നോക്കുന്നു. മാളവികാൻ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ പല കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇനോഗ്രേഷൻസിനും ഇവന്റ്സിനും അവാർഡ് നൈറ്റ്സിനും ഒക്കെ പോകുമ്പോഴത്തേക്കും പല കൈൻഡ് ഓഫ് കോസ്റ്റ്യൂംസ് ഇട്ടിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം ലൈക്ക് വാട്ട് എവർ യു വെയർ യു ആർ കംഫർട്ടബിൾ ഇൻ ഇറ്റ്, അങ്ങനെ ഒരു ഇതാണോ? അതാ പറഞ്ഞ, ഐ ട്രൈ ടു വെയർ സംതിങ് ദാറ്റ് ഇസ് കംഫർട്ടബിൾ ഓൺ മീ. അത് ഞാൻ പറയാറുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരു ഡിസൈനർ ഒരു കോസ്റ്റ്യൂം തരുമ്പോൾ എനിക്കതിപ്പോൾ കണ്ടിട്ട് ഓക്കെ അല്ല, അല്ലെങ്കിൽ എനിക്കത് ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല എന്ന് എനിക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ഞാൻ പറയും, അപ്പം തന്നെ പറയും വേണ്ട, എനിക്കത് വേണ്ട, മേ ബി സം ടൈം എൽസ് നമുക്ക് നോക്കാം എന്ന് പറയും. പിന്നെ അങ്ങനെ എല്ലാം ട്രൈ ചെയ്യാൻ നോക്കാറില്ല. ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോന്ന് സെറ്റാവും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇതുവരെ ഇട്ടിട്ട് എനിക്ക് ഇട്ടതിലൊക്കെ ഐ വാസ് കംഫർട്ടബിൾ എല്ലാം മിക്കതും. അല്ലെങ്കിൽ ഞാനത് ഈ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്യിക്കും. നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന ഒരു സീനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനോ നമ്മളുടെ ഫേസിലും ബോഡിയിലും അത് കംഫർട്ടബിൾ ആയിരിക്കില്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും ഡ്രസ്സൊക്കെ അങ്ങനെ മാറ്റിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇടുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ല പറഞ്ഞാൽ എന്ത് കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു അപ്പോൾ അതൊക്കെ? അത് എന്ത് കൈൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഗൗൺസിൽ ചിലപ്പോൾ മേ ബി
കുറച്ച് ഡീപ്പ് നെക്കോ അല്ലെങ്കിൽ എനിക്കറിയില്ല അത് അന്നത്തെ കാര്യം അന്നെന്ന് പറഞ്ഞാൽ നോട്ട് ലോങ് ബാക്ക്, പക്ഷെ ആ ഒരു സമയത്ത് മേ ബി ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് തടിച്ചിരിക്കുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കും അതിപ്പോൾ എനിക്ക് ഇടണമെന്ന് എനിക്ക് തോന്നണില്ല എനിക്ക്, പക്ഷെ ഐ ക്യാൻ വെയർ ഇറ്റ് സം ടൈം എൽസ്. അങ്ങനെ അത് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിപ്പെൻഡ്സ്, ആപ്റ്റായിട്ടുള്ളതേ ഞാൻ കൂടുതൽ ചൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ആക്ച്വലി മാളവികേനെ 916 സിനിമയില്ലേ അതൊടങ്ങി ലൈക്ക് അപ്പോഴാണ് ഞാൻ ശരിക്കും ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എനിക്ക് കുറച്ചും കൂടെ ആൾക്കാർ നോട്ട് ചെയ്തൊരു ഫിലിം അതായിരുന്നു 916 ആയിരുന്നു. ഫസ്റ്റ് കുറച്ച് എന്താ പറയാ കുറെ സീൻസും കാര്യങ്ങളും ഉള്ള ഒരു ഫിലിം അത് എന്റെ അത് തന്നെയായിരിക്കും. അനുപേട്ട മോളായിട്ട് അതിനകത്തൊരു വിഷുക്കണി സീൻ ഉണ്ടോ അതിനകത്ത് വിഷു സീൻ ഇല്ലല്ലോ, ആ പാട്ടിലില്ല. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. എനിവേ ലൈക്ക് ആ ഒരു സമയം തൊട്ടിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇടക്കാലം കൊണ്ടാണ് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അങ്ങ് മാളവികയ്ക്ക് വരുന്നതും. ആക്റ്റീവായി സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, പ്രൊമോഷൻസ് ആയിക്കോട്ടെ, ഇനോഗ്രേഷൻസ് ആയിക്കോട്ടെ, ആക്റ്റീവായി നമ്മൾ ഇത്രയും കാണുന്നത്. എന്തായിരുന്നു അതിൻ്റെ ഒരു മേക്ക് ഓവറിന്റെ ഒരു രഹസ്യം? അയ്യോ, അത് മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറയാൻ പറ്റും. ആണോ? നല്ല വ്യത്യാസമല്ലേ പഴയ മാളവിക ഇപ്പോഴുള്ള മാളവിക? ഇപ്പൊ കൂടുതൽ സുന്ദരിയായി. അപ്പൊ ഞാനൊന്ന് ഭംഗിയില്ലായിരുന്നു. അല്ലല്ല, അങ്ങനെയല്ല. അല്ല, അതെന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്ന് ഞാൻ പറയില്ല, ബട്ട് അതായത് സ്റ്റാർട്ടിങ് എന്റെ ഫസ്റ്റ് ഫിലിമാണ്, അതൊരു പ്രോമിനന്റ് ക്യാരക്ടറിലാണ് ചെയ്തത്. അന്ന് 10th പഠിക്കുന്നു. അപ്പോൾ ഒരു വെക്കേഷൻ ടൈം ആയിരുന്നു, വന്നു മൂവി ചെയ്തു. അവരെന്താവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ സ്ക്രീനിൽ ചെയ്തു. ഓക്കെ, കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങോട്ട് ഓടി. പിന്നെ ക്യാമറ ചേട്ടന്മാരും ലൈറ്റ് ചെയ്യുന്ന ചേട്ടന്മാരും അവരൊക്കെ ഇടയിൽ നിന്ന് ചില ചായ കുടിച്ചോ, ഓക്കെ, ഓരോ തവണ അവരിങ്ങനെ പോകുമ്പോൾ ഒരു ചായ കുടിച്ചാലോ ഒരു കോപ്പി കുടിച്ചാലോ, ഇതന്നെയായിരുന്നു പരിപാടി. അന്ന് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ ഗ്രാജുവലി ഓരോ മൂവി ചെയ്തു, ഓരോ എക്സ്പീരിയൻസുകൾ. ഇപ്പൊ പല പല ആൾക്കാരെ കാണുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെരി റിസർവ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു ഡോർ ഓപ്പൺ ചെയ്ത് കുറെ ആൾക്കാരെ, സിനിമാക്കാരെയും സ്റ്റാർസിനെയും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അല്ല, അന്ന് ആസിഫ് അലി ആയിരുന്നില്ലേ നായകനായിട്ടുണ്ടായിരുന്നു? ആസിഫ് അലി എന്നിങ്ങനെ കത്തി, ഇന്ന് ആസിഫിക്ക കത്തി തന്നെയാണ്. പക്ഷെ അന്ന് ആ ഒരു വന്ന ഫ്രഷ്നെസ് എല്ലാ ഗേൾസിനും ഭയങ്കര ക്രഷാണ്. വെരി ക്യൂട്ടായിരുന്നു അന്ന് സത്യം. അപ്പൊ നമുക്ക് ഊഹിക്കാം, ഓക്കെ, ഒരു 15 വയസ്സുള്ള കുട്ടീനൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ ടീനേജിന്റെ ഒരു ഹൈപ്പ് ടൈമാണ്. അന്ന് ഒരു എല്ലാരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചോക്ലേറ്റ് ഹീറോയുടെ കൂടെ ഇങ്ങനെ ജമന്തി തോട്ടത്തിലൊക്കെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കുമ്പോ ഒരു ക്രഷൊക്കെ തോന്നി കാണില്ലേ? ക്രഷായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് ഹി വാസ് വെരി ഫ്രണ്ട്ലി. എന്നെയും അന്നൊരു കുട്ടി പോലെ എൻ്റെ തലയിലൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒക്കെ പോയിരുന്ന ആളെ. ഞാൻ ഊട്ടിയിലായിരുന്നു ആ സോങ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ കുറേ ഇങ്ങനെ എന്താ പറയുക പിറ്റ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് കുറേ ചെറിയ ചെറിയ ഹാളുകൾ, ഇങ്ങനെ ചെറിയ ചെറിയ ഒരാൾക്ക് വീഴാൻ പാകത്തിലുള്ള ഹാളുകൾ, ഗുണാക്കേവ് പോലെ. അപ്പൊ അതുകൊണ്ടായിരുന്നു ഞാൻ ഒരു കാലം വയ്ക്കുമ്പോ അവിടെ വീഴും. ഇവർക്ക് എന്നെ ഇങ്ങനെ എടുത്ത് 2 കയ്യിൽ ഷോൾഡറിൽ എടുത്ത് പിടിക്കൽ തന്നെയായിരുന്നു പണി. അതും ആസ്വദിക്കുക ചെയ്തു. അപ്പൊ ഒന്നും ഐ എം നോട്ട് ബോതേർഡ്. ഒന്നും അറിയാത്തോണ്ടായിരിക്കാം, എന്തെങ്കിലും അറിഞ്ഞാലാണല്ലോ ടെൻഷൻ അടിക്കേണ്ടി വരിക. അപ്പൊ രസമായിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പൊ ഞാൻ മുമ്പ് എന്തായിരുന്നു പറഞ്ഞു വന്നിരുന്നു ആക്ച്വലി ആ സമയത്ത് ഒരു ക്രഷ് ഒക്കെ മൂപ്പരെടുത്ത് തോന്നി? അല്ല, അത് ചോദിച്ചു. അതിന് മുമ്പ് ഞാൻ ഐ വാസ് സെയിങ് സംതിങ്. അതിനല്ല ആസിഫ് അലിയെ പറ്റി ചോദിച്ചത്. അല്ല, ആ ഒരു മേക്ക് ഓവറിനെ പറ്റിയിട്ടായിരുന്നു, ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദാറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ ഏജിലും ഇങ്ങനെ നമ്മൾ കൂടി കൂടി വരില്ല, അപ്പോഴുള്ള ആ ഒരു ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവർക്കും അല്ലേ അങ്ങനെയല്ലേ? ഇപ്പൊ ഒരു 15 വയസ്സിലുള്ള ചേഞ്ച്, ഐ മീൻ ഇപ്പോഴുള്ളത് നോക്കുകയാണെങ്കിൽ ഒരു 25 ഉള്ള ആ ഒരു ഇതിന്റെ ഗ്യാപ്പ്, ഗ്ലോ അപ്പ് എന്ന് പറയും നമ്മളതിനെ, അല്ലേ? ഗ്ലോ, അത് റീലില് 15 to 25 എന്നുള്ള ഗ്ലോ അപ്പ് പറയാം. ആ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുള്ളൂ നമുക്ക് എല്ലാവർക്കും ഈക്വലിയാ. ഇപ്പൊ ശരിക്കും എനിക്ക് എവിടെയോ ഭാമ ചേച്ചിയുടെ ഒരു ചായ ശരിക്കും എനിക്ക് വർത്താനം പറയുമ്പോ തോന്നുന്നുണ്ട്. വർത്താനം പറയുമ്പോ നിങ്ങക്ക് തോന്നില്ലേ? ഐ മീൻ ഇങ്ങനെ ആ ഒരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മുഖശായ വെച്ചിട്ട് ആൾക്കാർ പറയാറുണ്ട്? ഇപ്പോ ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു സമയത്ത് ഈ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ പറയാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോരുത്തർ ഓരോ സമയത്ത് ഓരോ ആൾക്കാരുടെ പേരിന്റെ അടുത്ത് പറയാറുണ്ട്. ഞാൻ എന്റെ അമ്മ തന്നെ പറയും, മാമയുടെ ചായ, കാവ്യമാധവന്റെ ചായ, മീരാസ്മിന്റെ ചായ. അമ്മ ഇതെല്ലാം അമ്മയല്ല പറഞ്ഞ, ഓരോരുത്തരായിട്ട് പറയും. കാവ്യയുടെ ചായ പറഞ്ഞിട്ടുണ്ട്, മീര ചേച്ചിയുടെ ചായ പറഞ്ഞിട്ടുണ്ട്, ബാമേനെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സൗന്ദര്യയുടെ പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യ മാമിന്റെ ചായ ഉണ്ട് കേട്ടോ എവിടെയോ. ഇത് ഓരോ ഇതില് ഇതിപ്പോ പറയണേക്കുമ്പോ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ അവരുടെ ഭംഗി എന്റെ ഇതാക്കുന്ന പോലെ ആവില്ല, പക്ഷെ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു, അതെ അതെ, ഞാൻ എല്ലാ സുന്ദരിമാരായ നടിമാരുടെയും ഒരു മിക്സ്ചറാണ് ഞാൻ.
ഇപ്പം ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഗ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ 1.3 മില്യൺ വ്യൂ ലൈക്ക് ഫോളോവേഴ്സ് ഒക്കെ ആയിട്ടിരിക്കുകയാണ് അല്ലേ? 1.2 3 ആയോ? ഞാൻ കണ്ടില്ല കേട്ടോ. 3 എടുത്ത് നോക്കി. കൺഗ്രാജുലേഷൻസ് അറിഞ്ഞില്ലെങ്കിൽ. ഓക്കെ, അപ്പം ഒരു ക്രൗഡിനിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാളവിക ഭയങ്കര ക്രൗഡ് പുള്ളർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറെ ആൾക്കാരുണ്ടാവും കാണാനും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും. അപ്പൊ ഈ നേരി കാണിക്കുന്ന സ്നേഹം ഇവർ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ആയിട്ടൊക്കെ പറയാറുണ്ടോ? ഉണ്ട്, പറയുന്നവരുണ്ട്. പറയുന്നവർക്ക് നല്ല രീതിയിൽ നല്ല മെസ്സേജ് അയക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, താങ്ക് യു, ഈ ഒരു സ്നേഹം തുടർന്നുണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാത്ത ആൾക്കാരും ഉണ്ട്. അത് പക്ഷേ പേഴ്സണൽ മെസ്സേജിൽ കുറെ നല്ല കാര്യങ്ങളും ഈ കമന്റ് സെക്ഷനിലാണ് കുറച്ച് അൺവാണ്ടഡ് ആയിട്ട് അവര് ചൊറി വരുന്നത്. അതെ, കറക്റ്റ് ആ വാക്ക തന്നെ. അങ്ങനെ കാണുന്നത് അത് എല്ലാവരുടെയും ഉണ്ട്. അത് ഞാനും കാണുന്നുണ്ട്. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഇഗ്നോർ ആണോ? വെരി മച്ച് ഇഗ്നോറിങ് ആണ്. പക്ഷെ വീട്ടില് ഈ പറഞ്ഞ പോലെ അയ്യോ അവരങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അനിയൻ്റെ അടുത്തോ ഫ്രണ്ട്സ് വന്നിട്ട് പറയും ഇങ്ങനെ കമന്റ് ഉണ്ടല്ലോ. ഞാൻ പലിശിക്കൊന്നും വേറെ പണിയില്ല, എന്തിനാ ഈ കമന്റ് സെക്ഷൻ ഒക്കെ വായിക്കാൻ പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ വീട്ടിലുള്ളവർക്കൊരു വിഷമല്ലേ. ഞാൻ പറയും അമ്മ എന്തിനാ അതൊക്കെ വായിക്കാൻ പോണേ, അമ്മ എന്തിനാ അതൊക്കെ കേൾക്കാൻ നിൽക്കണേ. കാരണം എന്നെ അറിയാത്ത ആൾക്കാരാണ് ഈ കിടന്ന് മോസ്റ്റ്ലി അവർക്ക് തോന്നിയതൊക്കെ പറയുന്നതും. കാരണം എൻ്റെ ഫാമിലിക്ക് എന്നെ അറിയാം, എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം ഞാൻ എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ അവരാ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കത് ഹേർട്ട് ചെയ്യും. കാരണം അതെനിക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. ഇതിപ്പോ ഞാൻ ഒരാള് ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാം എനിക്ക് ചെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റില്ല. എന്നാ ഈ പറയുന്നവരൊന്നും എന്താ പറയാ ജഡ്ജ്മെന്റിന് ഇരിക്കുന്നവരോ എല്ലാം തികഞ്ഞിരിക്കുന്നവരോ അല്ല. അവരെന്തിനാ അങ്ങനെ പറയുന്നേ? ഒരു ഇത്തിരി കൈൻഡ്നെസ് ഞാൻ അപ്പൊ അവിടെ പ്രതീക്ഷിക്കും. എനിക്ക് മാത്രല്ല എല്ലാവരുടെ കാര്യത്തിലോ പറയുന്നത് ഞാനത്. എന്തുകൊണ്ട് എന്നുള്ളത് അവർ ആലോചിക്കുന്നില്ല. ഇപ്പോ റീസെന്റ് നമ്മൾ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാ. ഇങ്ങനെ ഇപ്പോ അബ്യൂസ് ചെയ്ത് ഹെറാസ് ചെയ്ത് ആരെങ്കിലും അവർക്ക് അത് സൈകിട്ട് ഒരു സൂയിസൈഡ് ചെയ്തു, ഇത് ഈ പറഞ്ഞ ആൾക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അവരപ്പോ ആ സമയത്ത് ഗിൽറ്റി വിചാരിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ അവര് പറയുന്നതിന് മുമ്പ് ഒരു സെക്കൻഡെങ്കിലും ഒന്ന് അവനോന്റെ ആ ഒരു എന്താ പറയാ ഞാനായിരുന്നു അവിടെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, അവരുടെ ഫാമിലി അല്ല എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ അവരങ്ങനെ പറയുമോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ മാളവികയ്ക്ക് പേഴ്സണലി അപ്പം ഹേർട്ട് ലൈക്ക് എന്തൊക്കെ പറഞ്ഞാലും അറ്റ് ലാസ്റ്റ് എല്ലാ മനുഷ്യൻ പോലെ ഒരു മനുഷ്യനാണല്ലോ, ഹേർട്ട് ചെയ്യാറുണ്ടോ കമന്റ്സ് ഒക്കെ? ഞാനായിട്ട് പോയി വായിക്കാറില്ല. ഞാൻ അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ എടുക്കണമെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവും. ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കമന്റ് അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത് ഞാൻ കാണാൻ വേണ്ടി മാത്രം ഞാൻ ചിലപ്പോൾ ചെന്ന് നോക്കും. പിന്നെ നാച്ചുറലി ഒരു ഇതാണല്ലോ, പിന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും നമ്മൾ അറിയാണ്ട്. പക്ഷെ ഞാൻ അപ്പൊ തന്നെ അത് എനിക്ക് വേണ്ട, ഭയങ്കര ഡിപ്രസിങ് ആയിരിക്കും കമന്റ് സെക്ഷൻ ഒക്കെ പോയി വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ. അപ്പൊ ഞാനായിട്ട് പോയി നോക്കലൊന്നുമില്ല. പിന്നെ ചോദിച്ച പോലെ നമ്മളെല്ലാവരും ഒരു സൈഡിൽ സെൻസിറ്റീവ് ആണ്. ഞാൻ സെൻസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വാണ്ടഡ്ലി ഇഗ്നോർ ചെയ്യും. അത് എനിക്കതൊന്നും കാണുകയേ വേണ്ട. കാരണം മാക്സിമം സ്മൈൽ ചെയ്യുക, പോസിറ്റീവായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്ന ഒരാളാ. അപ്പോ ഹേർട്ട് ചെയ്യും, എല്ലാവർക്കും ഹേർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ ഇഗ്നോർ ചെയ്യുക മോസ്റ്റ്ലി. അത് അവർക്ക് ഈ പറഞ്ഞ പോലെ അവരെന്തിനാ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. സത്യം അതല്ല, എനിക്ക് കുറെ കൂടെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് നമ്മുടെ പ്രൈവസിയിലേക്ക് ആൾക്കാർക്ക് ഒരു കൈകടത്തലുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതായത് ലൈക്ക് ഒരു സമയത്ത് ഒരു യെല്ലോ ഡ്രസ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് ചെയ്തത് ഒരു കാര്യമില്ലാണ്ടായിരുന്നു അതിൻ്റെ ഇത് കടന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? ആ ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് എൻ്റെ കാര്യത്തിലേക്ക് ഇത്രയും കേറി ഇടപെടുന്നത് എന്നുള്ള രീതിയിൽ? തീർച്ചയായിട്ടും. അല്ല, ഞാനൊരു സാധാരണ ഇപ്പൊ ഫിലിമിൽ വരുന്നതിന് മുമ്പുള്ള കുട്ടിയാണെങ്കിൽ എന്നെ ഇത്ര ആൾക്കാർ അറിയില്ല. പറഞ്ഞേക്കാം മേ ബി 1-2 ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. പക്ഷെ അത് ഡെഫിനറ്റ്ലി നമ്മളുടെ മുമ്പിൽ മീഡിയ ഉണ്ട്, നമ്മള് സോഷ്യൽ മീഡിയയും ഇപ്പൊ എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് തോന്നുന്നു അത് ഓഡിയൻസ് ആയിട്ട് ഹൈപ്പ് ചെയ്തൊരു മാറ്റർ ആയിരുന്നു. അത് പിന്നെയും എടുത്ത് പറയാനില്ല. പക്ഷെ അതിനോ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ കുറെ എക്സ്പ്ലനേഷനും അതിനെപ്പറ്റി കൊടുത്തിരുന്നു. ഇൻ കേസ് ഇപ്പോ എന്താ പറയാ മനസ്സിലാവാത്ത ആൾക്കാർക്ക് അത് ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. ഒരു വീഡിയോ ഞാൻ പറഞ്ഞു ഇതാണ് സംഭവിച്ചെന്നുള്ളത്. അത് പിന്നെ എനിക്ക് തോന്നുന്നു ഐ എം നോട്ട് ഗിൽറ്റി അല്ല. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം. അതൊരു എന്താ പറയാ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടു, അത് അവര് പിന്നെ സൂം ഔട്ട് ഒക്കെ ചെയ്തു. അപ്പൊ പിന്നെ അതിനെപ്പറ്റി ഞാൻ പിന്നെ എന്ത് പറയാനാ? ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അത്. പിന്നെ അവരുടേതായ ഇഷ്ടത്തിൽ അവര്
അത് പബ്ലിഷ് ചെയ്തു. അയ്യോ സത്യം ഇതിന്റെ ഒരു ദോഷം എന്നോട് പറഞ്ഞു തരില്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സത്യം നമ്മൾ എന്തെങ്കിലും സാധനട്ടെ ഈ സൂമിങ് ആണ് പ്രശ്നം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സൂം ചെയ്യലും എഡിറ്റ് ചെയ്യലും സ്ലോ മോഷൻ കയറ്റലുമാണ് ഇവരുടെ മെയിൻ പരിപാടി. എനിക്ക് കാണണ കല്യാണം. അത് പിന്നെ അവരുടെ പേജിന് വ്യൂസ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഒരു തവണ അങ്ങനെ ഉണ്ടായതിനു ശേഷം പിന്നെ മറ്റേ നമ്മള് കുറച്ചു മുമ്പ് പറയായിരുന്നു, ആദ്യം ചെറിയൊരു വിഷമം ഉണ്ടാവും, പിന്നെ അത് ശീലമായിക്കോളും. ആദ്യം പെട്ടെന്ന് ഷോക്കായിരിക്കും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നമ്മളെ പറ്റി പറയുമ്പോൾ, അയ്യോ ഇതെന്ത് ഇങ്ങനെ പറയണേ. ബിക്കോസ് നമുക്കറിയാം നമ്മൾ എങ്ങനെയാന്നല്ല അവരപ്പൊ വേറൊരു കാര്യം നമ്മൾ തന്നെ അറിയാത്തൊരു കാര്യമൊക്കെ പറയുമ്പോൾ ഒരു പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ അയ്യോ അത് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടാവില്ല. പിന്നെ അത് പല ആൾക്കാരായിട്ട് പറയുന്നു. കാരണം നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഇവരെല്ലാവരെയും ചെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഐ നോ വാട്ട് ഐ ആം, മൈ ഫാമിലി നോ വാട്ട് ഐ എം ഡൂയിങ്, അത് മതി. അവർക്കും ഒരു പ്രശ്നമില്ല, ഞാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പം മാളവികയെ പറ്റി വളരെ ലേറ്റസ്റ്റ് ആയിട്ട് മാളവിക തന്നെ കേട്ടിട്ട് പൊട്ടി ചിരിച്ചു പോയൊരു റൂമർ എന്തായിരിക്കും? വീട്ടിലേക്ക് കുറച്ച് ചൊറിയൽ കൂടുതലാണ്. അതായത് എൻ്റെ അടുത്ത് അല്ല, എന്തോ റിപ്ലൈ വന്നിട്ട് അമ്മ എന്തോ റിപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു ഓ ഇവള് എന്താ ജോലി ചെയ്യണേന്നൊക്കെ അറിയാം, എന്താ പറയുക പൈസയ്ക്ക് വേണ്ടി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പിന്നെ സ്ഥിരം കേൾക്കുന്ന ഒരു ഇതാ ഡ്രസ്സ് കുറഞ്ഞു, അപ്പോൾ പടം ഇല്ലാത്തതുകൊണ്ട് ആ ഡ്രസ്സ് കുറഞ്ഞെന്ന്. ഞാൻ കുറച്ചായിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചാൽ, അല്ലെ കുറേ പേരുണ്ട് എന്നെ നമ്മളെ ആർട്ടിസ്റ്റുകൾ പലർക്കും കിട്ടിയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണത്. അപ്പോൾ ഞാൻ ചോദിക്കണേ, നിങ്ങൾ ഡ്രസ്സ് ഒന്ന് കുറയ്ക്കും, നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് ചെയ്യും, നിങ്ങൾക്ക് പടം കിട്ടുന്നുണ്ടോ? ഇവിടെ എന്താ പറയുക, അത് ബേസ് ചെയ്തിട്ടൊന്നുമല്ല. ഇപ്പോൾ മൂവി കിട്ടുന്നത് എന്താ പറയുക, ഒരു റീൽ ഇടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടുമ്പോഴോ അല്ലെങ്കിൽ ഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമ്പോഴോ അല്ല മൂവി കിട്ടുന്നത്. അത് ഓരോരുത്തരുടെ ഓരോ ഭാഗ്യമാണ്, അവരുടെ ഒരു എന്താ പറയുക ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടറും. ലക്ക് ഇസ് എ മേജർ ഫാക്ടർ. അപ്പോൾ അതിന് ഇതായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഫീൽഡിലായാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമോ? സത്യം ശരിയാണ്. അതെന്താ ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആദ്യം പറഞ്ഞ കാര്യത്തിന് നല്ല മറുപടി ആയിട്ട് വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുമുണ്ട്. അമ്മ റിപ്ലൈ ചെയ്യാറുണ്ടല്ലേ ഇങ്ങനത്തെ കമന്റ്സിന് ഇരുന്നിട്ട്? അതെ, സ്വന്തം മോളെ പറയുമ്പോൾ ആർക്കായാലും ഒരു ഹേർട്ട് ചെയ്യുമല്ലോ, നല്ലത് കൊടുക്കും. ഐ മീൻ നോർമലായിട്ടുള്ള ഇതിനൊന്നും അത്ര ബോധേഡാവാറില്ല. പക്ഷെ കൊടുത്തില്ല എങ്കിൽ അവരവിടെ നിർത്തില്ല എന്നുള്ളൊരു ഇത് വരുമ്പോൾ അമ്മയായാലോ അല്ലെങ്കിൽ അനിയനായാലോ ആരാണെങ്കിലും കൊടുക്കും. ഞാൻ അധികം ഇടപെടാൻ നിൽക്കാറില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചവരെന്തെങ്കിലും പറയണോ എന്ന് ആലോചിക്കുന്ന രീതിയിലാവോ എന്നൊന്നും എനിക്കറിയില്ല. തിരിച്ച് ഫാൻസും ഉണ്ട് കുറച്ച് ആൾക്കാർ നല്ല സപ്പോർട്ടീവായിട്ട്, അപ്പോൾ അവര് യുദ്ധക്കളമാകും പിന്നെ അവിടെ. അപ്പം എന്തായാലും നെഗറ്റിവിറ്റിക്കും പബ്ലിക്കിന്റെ ഇതിനും ഒക്കെ നമ്മൾ വിട പറയാണ്. നമ്മൾ ബാക്ക് ടു വിഷു. ലൈക്ക് ഈ വിഷുവിനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവമാണ് ഈ വിഷു കൈനീട്ടം കിട്ടുക. കൊടുക്കാറുണ്ടോ വിഷു കൈനീട്ടം? ഇപ്പൊ ഒരു ചേച്ചിയുടെ പേരിൽ എന്റെ ചെറിയ ആൾക്കാർ വരുമ്പോൾ കൊടുക്കണല്ലോ. അനിയൻ അവിടെ ഉണ്ട്, അതുകൊണ്ട് സത്യം മാത്രം പറയാം, ഭാഗ്യത്തിന് അനിയൻ മാത്രം കൊടുക്കണം. എത്രയാണ് മാക്സിമം ഒരു വിഷു കൈനീട്ടം കൊടുത്തിട്ടുള്ളത്, റിസീവ് ചെയ്തിട്ടുള്ളത് ഒരു വിഷുക്കാലത്ത്? ചോദിച്ചാ കൊടുത്തിട്ടുള്ളത് ഞാനങ്ങനെ ഭയങ്കര ഇതൊന്നുമില്ല. പാവം ഞാൻ എനിക്ക് തോന്നുന്നു മേ ബി വിഷു കൈനീട്ടായിട്ട് എത്ര വന്നിട്ടുണ്ടടാ, 500 കൊടുത്തിട്ടുണ്ട്. 500 ഓവർ റിച്ച് ടീംസ് ആണ് 500 രൂപ കൊടുക്കാറുണ്ട് അനിയനല്ലേ? റിച്ച് ടീംസ് ഒന്നല്ല, അച്ഛനെ അമ്മയുടെ വാങ്ങുന്നു കൊടുക്കുന്നു, തിരിച്ചതാ കുറച്ചു നേരം കഴിഞ്ഞാ. ഇനി വീട്ടുകാർ എത്രയൊക്കെ തന്ന നമ്മൾക്ക് പണ്ട് നമ്മൾ കളക്ട് ചെയ്ത് വെക്കും, ആ ശീലം ഉണ്ടായിരുന്നു. പണ്ടൊരു സന്തോഷല്ലേ. പിന്നെ എന്താ പറയാ, റിലേറ്റീവ്സിന്റെ കിട്ടുന്നു, മുത്തശ്ശന്റെ അച്ഛമ്മയുടെ ഒന്നും കിട്ടുന്നു, അച്ഛന്റെ അമ്മയുടെ ഒന്നും കിട്ടുന്നു, അമ്മമാര് വരുന്നു അല്ലേ. ഞാൻ അത്യാവശ്യം ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരാളാ, പക്ഷെ ആവശ്യം വരുമ്പോ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. വീട്ടിലേക്ക് കൊടുക്കും. അങ്ങനെ ഞാനായിട്ട് അതെടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതില്ല. കളക്ട് ചെയ്ത് വെക്കും, എന്നിട്ട് ഞാൻ പിന്നെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് തന്നെ കൊണ്ടു കൊടുക്കും. അടിപൊളി. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് മാളവികേന്റെ അടുത്ത് വിഷുവിന്റെ പുറകിലുള്ളൊരു ഐതിഹ്യം. ഇപ്പൊ നല്ല സുന്ദരിയായി ഇവിടെ ഒരു വിഷു തീമിലൊക്കെ ഒരുങ്ങി ഇരിക്കുന്നുണ്ട്. ആ വിഷു ഐതിഹ്യം ഒന്ന് പറഞ്ഞുതരോ? ഞാൻ പണ്ട് ഇവിടെ നിഖില ചേച്ചി വന്നപ്പോഴേ ഓണത്തിന്റെ തോന്നുന്നു എന്തോ ഒരു ഇതിങ്ങനെ ചേച്ചി എനിക്ക് നല്ല പടപടാന്ന് മറുപടി വന്നു. ഞാനോട് ചേച്ചി പറയത്തില്ല എന്നായിരുന്നു. മാളവിക പറയുന്നത് നോക്കാം. എന്താണ് വിഷു ഐതിഹ്യം? എങ്ങനെയാണ് വിഷു ഉണ്ടായത്? വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ പുറകിലുള്ള ഒരു കഥയുണ്ട്. ആ കഥ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് ഫ്രം യുവർ നോളജ് പറയണം. ഇത് വേണ്ടായിരുന്നു കട്ട് ചെയ്ത്. അറിയുന്ന കഥ പറഞ്ഞാൽ മതി, നമ്മൾ കേട്ടിട്ടുണ്ടാവൂലോ. അല്ലെ യു ക്യാൻ മേക്കപ്പ് എ സ്റ്റോറി. എന്താണ് തോന്നുന്നത്, സ്റ്റോറി എന്താ തോന്നുന്നത് വിഷുവിന്റെ പുറകിലുള്ള ഒരു കഥയായിട്ട്? എന്തായിരിക്കും റീസൺ?
നമ്മൾ കൃഷ്ണനെയൊക്കെ നടുക്ക് വെച്ച് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കണി ഒരുക്കുന്നുണ്ട്. കൃഷ്ണൻ, ബലരാമൻ. മറ്റേ ഓണത്തിന് മഹാബലിയാണ്. അയ്യോ മഹാബലി ഓണത്തിന് കറക്റ്റ് ആണ് മഹാബലി ഓണം. അത് കൃഷ്ണന്റെ അരഞ്ഞാണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. ഓ ആ കേട്ടിട്ടില്ലേ കഥ? ഇല്ല. അത് മരത്തിന്റെ മുകളിൽ അരഞ്ഞാണം കുടുങ്ങുമ്പോൾ പിന്നീട് അതാണ് ഈ കണിക്കൊന്നയായിട്ട് നമ്മൾ സിംബലൈസ് ചെയ്ത് വരുന്നത്. ശരിക്കും? ആ ശരിക്കും. അത് പിന്നെ ലോങ് സ്റ്റോറി ഷോർട്ടാക്കി പറഞ്ഞെന്നുള്ളൂ, പിന്നെ പറഞ്ഞുതരാം ബാക്കി. ശരി. ഓ അപ്പോൾ എൻ്റെ മുമ്പത്തെ ആൾക്കാരൊന്നും എനിക്ക് ഈ കഥ പറഞ്ഞു തന്നിട്ടില്ല. ഞാനും അറിയാൻ ശ്രമിച്ചിട്ടില്ല. മൈ മിസ്റ്റേക്ക്. ഓക്കെ. ഒരു കണി ഒരുക്കുമ്പോ ഇനി അതിനകത്തേക്ക് നോക്കാൻ പാടില്ല, എന്തൊക്കെയാണ് മാളവികയുടെ വീട്ടിൽ വെക്കണ്ടാവുക? അത് കുറെ സാധനങ്ങൾ വെക്കാറുണ്ട്. ഫ്രൂട്ട്സും വെള്ളരിക്ക, എന്താ നമ്മളുടെ വീട്ടിൽ കഴിക്കുന്നതൊക്കെ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അധികമില്ല. ഐ മീൻ കണിക്കൊന്ന വെക്കും, കൃഷ്ണനെ അടിപൊളിയായിട്ട് നടുക്ക് വെക്കും, കാശ് കുറച്ച് വെക്കും, ചില്ലറ വെക്കും, നാളികേരം പൊളിച്ച് വെക്കും, അതിൽ തീ വെക്കും, തിരിയിട്ട് കത്തിക്കും. ഐ മീൻ അങ്ങനെയല്ല. പിന്നെന്താ വെക്കുക? കണിക്കൊന്ന പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, വെള്ളരിക്ക പറഞ്ഞു, ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം വെക്കും. എപ്പോഴെങ്കിലും ഒരു കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടോ വീട്ടില്? ഓ യെസ്. മാളവികയാണ് വീട്ടില് കണി? ഞാൻ ഒറ്റയ്ക്കെന്നല്ല, അമ്മയും ഞാനും അനിയനും എല്ലാവരും കൂടെ ചേർന്ന് തന്നെ വെക്കാറുള്ളത്. ചിലങ്ക വെക്കും, ഡാൻസസ് ഒക്കെ ആണെങ്കിൽ നാമ ബുക്കുകൾ വെക്കും. മഹാഭാരതം അതിലുള്ള ബുക്സ് ഒക്കെ വെക്കാറുണ്ട്. ശരിയാണ്. എപ്പോഴെങ്കിലും വിഷു സദ്യ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. കുക്ക് ചെയ്യോ? ഞാനങ്ങനെ അധികം ഇല്ല, കുക്കിംഗ് ഇല്ല, ബട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊറോണ സമയത്ത് ഞാൻ കുറച്ച് ട്രൈ ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ട് തോരനും കാര്യങ്ങളൊക്കെ ഇട്ട് നോട്ട് ബാഡ്, കഴിക്കാൻ പറ്റുന്ന രീതിയിലാക്കി ഞാൻ വെച്ചു. അപ്പൊ മാളവികനെ കല്യാണം കഴിക്കാൻ പറഞ്ഞ ചെക്കൻ നല്ല വൈറ്റ് ബാഗുള്ള ചെറുക്കനായിരിക്കും വേണം നമുക്ക് പറയാം. അല്ല ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. കല്യാണം കഴിക്കാൻ പറഞ്ഞ ചെറുക്കനെ നല്ല വൈറ്റിൽ ഭാഗ്യമുള്ള ചെറുക്കൻ, നല്ല ഫുഡ് കഴിക്കാലോ എന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാൻ പാടില്ല, ഇപ്പൊ അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ടോ? വെറുതെ. എന്തായാലും ഇനി നമ്മളൊരു ഫൺ സെഗ്മെന്റിലേക്കാണ് പോണത്. വിഷു ആയിട്ട് വെറുതെ അങ്ങ് വിടാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഐ ഹാവ് എ വെരി സ്മോൾ ടാസ്ക് ഫോർ യു. ഓക്കെ ചലോ ഡൺ. ഞാൻ അടുത്തായി നമ്മള് ചെയ്യാൻ പോകുന്നത്. അതെ. അപ്പം എന്തായാലും ടാസ്ക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞങ്ങൾ വിഷു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാൻ പോവാണ്. വിച്ച് പായസം? പാലടയായാലോ? ഡൺ ഡൺ. അവിടെ ഓൾറെഡി സാധനം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല ചോദിക്കട്ടെ, പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഉണ്ടാക്കാൻ അറിയാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് തുടങ്ങി കഴിഞ്ഞ ഒരു കൈപുണ്യത്തിൽ പോകും എന്നുള്ളത് ഒരു എക്സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ധൈര്യത്തിലൊന്നും ഉണ്ടാക്കലൊന്നുമില്ല. ഇപ്പൊ എപ്പോഴെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നാവും അറിയാം, അത്രേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് എനിക്കൊരു ക്രേവിംഗ് ഒക്കെ വന്നാൽ ഞാൻ ഉണ്ടാക്കിയിട്ട് കുടിക്കും. പക്ഷെ ഇത് ഭയങ്കര ഈസിയാണ്. ഇത് കുറച്ച് പ്രോഡക്ട്സും ഉള്ളൂ, അത് ജസ്റ്റ് മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. കടവറ പായസം റെഡി, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് തുടങ്ങാം. ചീനച്ചട്ടിയിൽ പായസം ഉണ്ടാക്കണം നമ്മളായിരിക്കും ഫസ്റ്റ് ടൈം. തൽക്കാലം ഉള്ള അവൈലബിൾ പ്രോഡക്ട്സ് വെച്ച് നമ്മൾ രണ്ടുപേർക്കല്ലേ ഉള്ളൂ, അതെ കുഴപ്പമില്ല. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ഇന്റർവ്യൂല് ആക്ച്വലി പാട്ട് പാടിയിട്ടുണ്ട്, ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പം ഐശ്വര്യമായിട്ട് മാളവിക ഇനോഗ്രേഷൻ. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ അങ്ങോട്ട് കുറെ കുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു ദിവസം വിജയ് ദേവർകൊണ്ട വരണം, അങ്ങനെ കൊണ്ട് ഇങ്ങനെ പായസം ഉണ്ടാക്കിച്ചിട്ട്. അപ്പോഴും പായസം തന്നെ മതിയോ? വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം, സീനാക്കണ്ട. ഓക്കെ. അപ്പൊ നമുക്ക് പൊടിച്ചു തുടങ്ങാം. പത്രക ഇല്ല, നമ്മളെല്ലാം ഓർഗാനിക്. ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വലിയ ഇത് വരുമോ? കടിച്ച് എന്റെ മേത്ത് തെറിക്കാതെ കടിച്ച് അതിലേക്ക് പൊട്ടിച്ചിട്ടോളൂ. ഇത് രണ്ടെണ്ണം ആദ്യം പൊട്ടിക്കണോ അതോ ആദ്യം ഒരെണ്ണം പൊട്ടിക്കണോ? ഒരെണ്ണം പൊട്ടിക്കാം മതിയില്ലേ? ഒരുമിച്ച് പൊട്ടിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. വാട്ട് യു മീൻ? അല്ല, നമ്മൾ ആദ്യം ഉദ്ദേശിച്ച പാല് തിളപ്പിച്ച് ഇത് മാറ്റിയിട്ട് വേറെ ഒരു പാത്രം എടുത്ത് അതിലിതൊക്കെ അങ്ങനെ പറഞ്ഞ് സമ്മാനിക്കും. അതെ, നമ്മൾ നെയ്യിൽ ഉണ്ടാക്കാണ്ട് നമ്മൾ അത് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ഒരു അഭ്യർത്ഥന മാനിച്ച് നമുക്ക് ആദ്യം എന്നാ അത് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഞങ്ങൾക്ക് താല്പര്യപ്രകാരമാണ് ചെയ്യുക. ഈ ഇൻഡക്ഷൻ കുക്ക് അടുക്കള കയറാറുണ്ട് സത്യം പറയാം. എന്താ ആവശ്യം? യൂത് എന്തൊക്കെ ഒച്ച വരുന്നു. മറ്റേ ഇതുണ്ടോ, ഇഡ്ഡലി പാത്രം ഉണ്ടോ നിൽക്കാനായിട്ടല്ലേ? എൻ്റെ കയ്യിൽ ഈ പാലിരിക്കും, അതുകൊണ്ട് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത സ്റ്റെപ്പ്. ആ പാല് ഞാൻ പിടിക്കണോ? ചൂടായിട്ടോ. നമുക്ക് കുറച്ച് ലോ ഫ്ലെയിം ആക്കിയാലോ? ഇത്രയും പോരെ? മതിയല്ലേ? ഇടാല്ലേ? ഇടാം. വീഴുന്നില്ല. ആ സ്പൂണിന്റെ ഇങ്ങനെ തോണ്ടിട്ടോ. ഇത് മുഴുവൻ ഇതാക്കണ്ടേ? അത് നമുക്ക് അടുത്ത സ്റ്റേജിൽ ഉപയോഗിക്കാലോ.
എനിക്ക് തോന്നുന്നു ഇത് കഴിയുമ്പോൾ നമ്മൾ വണ്ണം വയ്ക്കും. കാരണം ഇത്ര ഷുഗറൊക്കെ. ഷുഗർ കുറച്ച് മതി, നട്ട്സ് ഇരുന്നോട്ടെ. അമ്മയൊക്കെ ഉണ്ടാക്കിയ പായസം കുടിച്ചിട്ടുണ്ട്. ഒരു സിനിമാന്തിൽ ഉണ്ടാക്കണ പായസം ഞാൻ ഇപ്പോഴാണ് കുടിക്കാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ചല്ലേ ഉണ്ടാക്കണേ നമ്മളുടെ പായസം. അതെ, ഇടട്ടെ? ഇട്ടോളൂ. അത് കരിയുന്നു. അതെ, ഇതിങ്ങനെ നമ്മൾ കോരി എടുക്കണം. ഇത് പിടിച്ചേ, ഇതൊന്ന് പിടിച്ചേ. ഓക്കെ, ബൈ. ഇത് മാറ്റണം. മറ്റേ ഇത് പിടിക്കാനുള്ള ഒരു സാധനം. ഇല്ല, ഇതിന് ചൂടില്ല. പക്ഷെ ഈ സാധനം പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് പേടിയാ. ഈ ചില്ല് മാറ്റിക്കൊന്നാ കുട്ടി ഒച്ച വെച്ച് എന്നെയും കൂടെ പേടിക്കുമല്ലോ. ഇത്രേ ഉള്ളൂ. ഇങ്ങോട്ട് വരൂ, പേടിക്കണ്ട. എനിക്ക് എണ്ണ മാത്രം ഇത്ര പേടിയുള്ളൂ അല്ലേ? ഈ കടുക് പൊട്ടിത്തെറിക്കില്ലേ, അതുപോലെ. വളരെ സിമ്പിളാ. ഞാൻ ഇല്ല എടുത്ത്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? എന്റെ പേടിയുന്നുണ്ട്. ഇത് പൊട്ടുവോ? പൊട്ടുവോന്നോ? ആ, ചില്ല് പൊട്ടിത്തെറിക്കും. അത് പൊട്ടുവന്നിട്ടില്ല. അപ്പൊ ഈ അമ്മേ, ഈ നെയ്യിലേക്ക് തന്നെ പാൽ ഒഴിക്കാം അല്ലേ? ഒഴിക്കാം. ഞാൻ ഒഴിക്കണം, നമുക്ക് ഒരുമിച്ച് ഒഴിക്കാം. ഇല്ല, അത് ആദ്യത്തെ ഒരു ഇതേ ഉള്ളൂ. ആദ്യത്തെ ഒരു ഇതേ ഉള്ളൂ, പിന്നെ ശീലമായിക്കൊള്ളുന്നില്ല. അതെ. ഡ്രസ്സിലായോ? ഇല്ല, ഇതെന്റെ സ്വന്തം ഡ്രസ്സ്. എനിക്ക് ഒന്നും കുഴപ്പമില്ല. എന്നാ പിന്നെ നേരത്തെ പറയായിരുന്നില്ല. ഞാൻ ഒഴിച്ചു. എന്താ പോവാതെ? കുഞ്ഞി പൊട്ടിക്കലായിരുന്നു. അതാ, അതും ഒഴിക്കണ്ടേ? അത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം. ഇത് പൊട്ടിക്കണം. വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് പായസം ബൈ ദ വേ? പാലട. അപ്പോൾ നമ്മൾ അത് തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ അട എനിക്കിഷ്ടമാണ്. ഇതിനകത്ത് അല്ല, അടപ്രഥമൻ എന്ന് പറഞ്ഞിട്ട് വേറെ മറ്റേ ബ്രൗൺ കളർ പായസം. ഇതിന്റെ താഴെ എന്തൊക്കെയാ കമന്റ് വരാ? ഇവരൊന്നും അടുക്കള കയറാറില്ലേ അല്ലേ? ഞങ്ങൾ അടുക്കള കയറാറുണ്ട്. കുട്ടി പിടിക്കൂ, ഞാൻ കട്ട് ചെയ്യാം. കട്ട് ചെയ്യണേ. ഇവിടെ പിടിക്കുവോ? അവിടെ ചെറിയൊരു കട്ട് ഓൾറെഡി വീണിട്ടുണ്ട്. വെരി ഗുഡ്. തിളയ്ക്കുമ്പോഴാണ് ഇടുക. തിളയ്ക്കുമ്പോഴല്ലേ ഇടുക നമ്മള്? തിളയ്ക്കുമ്പോൾ ഇടണം, തിളച്ച് കഴിഞ്ഞ ഇടണം. നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നത് നമ്മൾ തൊടണോ? ഓക്കെ. ഇത് തിളയ്ക്കുമ്പോൾ അറിയില്ലേ എപ്പോഴാണ് ഇടണേന്ന്? തിളയ്ക്കുമ്പോഴാണ് അത്യാവശ്യം ഇടുക അല്ലേ? അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് ഓരോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. ഈ മറ്റേ പാല് പൊട്ടിച്ചിടണ്ടേ? അത് നമുക്ക് ലാസ്റ്റ് ഇടാം. ഇപ്പൊ ഇടണോ അത്? ഫൈൻ, ഓക്കെ. അല്ലാണ്ട് കരിഞ്ഞു പോയോ? അത് നമുക്ക് വേറെ ആരെങ്കിലും കൂടെ കഴിപ്പിക്കാം. ചൂടില്ല എന്നാ ഞാൻ നോക്കട്ടെ. ആണോ? കൊള്ളാല്ലേ? മറ്റേ ശർക്കര പായസത്തില് കിട്ടണം. നമ്മളൊരു കാര്യം നെയ്യിലുണ്ടാക്കി കുഴപ്പമില്ല. വൈറ്റില് കുറച്ച് എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ. അതെ, കരിഞ്ഞു പോയെന്നുള്ളൂ. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഓക്കെ. ഇത് തിളക്കാത്ത സമയം എടുക്കും. ഇത്ര കൂട്ടിയാലോ? ഇതേ മിൽക്കിന് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? പക്ഷെ ഞാൻ ഗ്യാസ് സ്റ്റവിലുണ്ടാക്കി. ഇങ്ങനെ തിരിച്ചിട്ട്. അതെ. ഓക്കെ. ഇത് കംപ്ലീറ്റ് പരിപാടി മാറിയല്ലോ. അതെ. എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പാചക പരീക്ഷണമൊക്കെ നടത്തിയിട്ട് പാളി പോയിട്ടുണ്ടോ? ഞാനേ എന്തോ ഒരു ഡെസേർട്ട്, ഒരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ട് ഒരെണ്ണം കണ്ടിട്ട് കൊറോണ സമയത്ത് തന്നെ ട്രൈ ചെയ്തതാ. കൊറോണ സമയത്ത് മറ്റേ ഡാൽഗോണ കോഫി ഒക്കെ വന്ന ഓർക്കുണ്ടോ? ഫുൾ ട്രൈയിങ്സ് ആയിരുന്നല്ലോ എല്ലാവരും. അതിലൊരെണ്ണം ട്രൈ ചെയ്തു. അത് വല്ലാത്തൊരു ട്രൈ ചെയ്യലായി പോയി. പക്ഷെ കഴിച്ചപ്പോ സ്വീറ്റ് ഉണ്ടായിരുന്നു, ബട്ട് ഷേപ്പ് ഒന്ന് മാറിപ്പോയി. ഇതെന്താ തിളക്കാത്ത? ഇത് പിരിഞ്ഞു പോയാ? പിരിയാൻ വഴിയില്ല. പഴയ പാലാണെങ്കിൽ പായസം ആവില്ലേ? എനിക്കിത് പിരിയണല്ലോ. മൊത്തം ഇടാം, നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. നമ്മൾ മാത്രമേ. ഇതിലേക്ക് ഒരു ലൈം ടീ ഓർഡർ ചെയ്യേണ്ടതാണ് നമുക്ക്. ആണല്ലേ? അത് ഇത് ഇട്ടപ്പോൾ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. മണം വല്ലതും വരുന്നുണ്ടോ? ചെറുതായിട്ട്. ഞാൻ ഇളക്കാം. കുട്ടി അത് പൊട്ടിച്ചോളൂ. ഇത് ഇടട്ടെ? കളർ മാറിയുണ്ടോ പാലടയുടെ? അപ്പൊ ഇത് ഇടുമ്പോഴാണല്ലേ? അതെ. അപ്പം നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലാണ് ഇത് പൊട്ടിച്ചൊഴിക്കേണ്ടത്. രണ്ടാമത്തെ പാൽ ഒഴിക്കേണ്ടത്. ഇത് സംഭവം നമ്മൾ ഏകദേശം ഇട്ട് കഴിഞ്ഞു. ഹായ്. വീട്ടിലേ ഇപ്പം കല്യാണ പ്രഷറൊക്കെ വരുന്നുണ്ടോ? വീട്ടുകാർ പറയണ്ടോ കല്യാണം കഴിക്കാൻ സമയമായി? ഇല്ല, ഇല്ല. അവരാരും പ്രഷർ ചെയ്യുന്നില്ല. അതാണ് എൻ്റെ പ്രഷർ.
ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, മാളവികയുടെ ഒരു പൊട്ടൻഷ്യൽ ഹസ്ബൻഡിന് വേണ്ട ഒരു മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ, നല്ല ഇങ്ങനെ ഉണ്ടാവണം. എനിക്ക് വിജയ് ദേവരകൊണ്ടേനെ മാതിരി ചെക്കനാണ് ആഗ്രഹം. ഓഹോ, ലുക്ക് വൈസ്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അല്ല, ക്യാരക്ടർ വൈസ് അറിയോ എനിക്കറിയില്ല. അങ്ങനെ ഒരു ചെക്കനെ എനിക്ക് വേണമെന്നുണ്ട്. ആണല്ലേ? വാട്ട് ഇസ് യുവർ? നമുക്ക് അന്വേഷിക്കാം തുടങ്ങിയോ ടീമിൽ ആരെങ്കിലും? ഇല്ല, എന്തിനാ അങ്ങനെ തന്നെ നമുക്ക് സെറ്റ് ആക്കാലോ. അങ്ങനെ ഓക്കെ, ഡയറക്റ്റ് മെസ്സേജ് ചെയ്താ പോരെ? ഞാൻ അയക്കാറുണ്ട്, 2018 അയക്കാറുണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല. ആള് ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ബ്ലോക്ക് ചെയ്താണോ? ഇനി അവിടെ കേക്കട്ടെ, വാട്ട് ഈസ് യുവർ ഐഡിയ അബൌട്ട് യുവർ ഫ്യൂച്ചർ ചെറുക്കൻ? ഓ മൈ ഗോഡ്, എനിക്കങ്ങനെ ഭയങ്കര വലിയ അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്നൊന്നുമില്ല. ബട്ട് ബേസിക് കാര്യങ്ങളേ ഉള്ളൂ. അതിപ്പോ ഒരു എന്താ പറയാ, മെയിൻലി സ്നേഹം എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക് തിങ്. അത് എന്തായാലും വേണമല്ലോ. ഐ തിങ്ക് മാളവിക ഒരു ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ ആണെന്ന് തോന്നുന്നു. റൊമാൻറ്റിക് ആണ്, പക്ഷെ കാണിക്കേണ്ടടുത്ത് മാത്രം കാണിക്കുള്ളൂ. ലൈക്ക് ഞാൻ റൊമാൻറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിക്കാറില്ല. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സട്ടിലാണ് ഈ പറഞ്ഞ റിസർവ്ഡ് ആയതിന്റെ പേരിലുള്ളതായിരിക്കാം. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നു. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഈ ഐ ലവ് യു എന്ന് പറയുന്നത് ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റഡ് ആയി കഴിഞ്ഞു. അതിനൊരു ഐ ലവ് യു അതിപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എനിക്ക് തോന്നുന്നു ഐ ട്രസ്റ്റ് യു എന്ന് പറയുന്നതിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു വാല്യൂ ഫീൽ ചെയ്യും എനിക്ക് തോന്നാറുണ്ട്. അതിപ്പോ ഫ്രണ്ട്ഷിപ്പിലായാലും എവിടെയായാലും ഐ ട്രസ്റ്റ് യു എന്ന് പറയുന്നതിൽ എനിക്കൊരു കനം ഫീൽ ചെയ്യുന്നു. അതൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്നല്ലേ പ്രണയം തളച്ച് തുളുമ്പുന്നു ഗൈസ്. കുറയ്ക്കാം. ഹായ്, നല്ല സ്മെല്ല് കേട്ടോ. എന്റെ മൂക്കടഞ്ഞോ? എനിക്ക് മണമൊന്നും കിട്ടുന്നില്ലല്ലോ. ഹായ്, മൂക്കിലേക്ക് വേണ്ട. അതെ, ഇപ്പൊ കുറഞ്ഞു ഇപ്പൊ കാമായില്ലേ? ഇത്തിരി കൂട്ടട്ടെ. എന്ത് കളിക്കുക? അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ചെറുക്കന്റെ കാര്യം. അപ്പൊ നല്ല അണ്ടർസ്റ്റാൻഡിങ്, അതായത് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും എല്ലാത്തിനും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാതെ പറയാതെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, മനസ്സിലാവുന്നുണ്ട്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം ഏതൊരു റിലേഷനിലായാലും. അതിലൊരു ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആണെങ്കിൽ എവറിത്തിങ് വർക്ക്സ് ഔട്ട് വെൽ എന്ന് എനിക്ക് തോന്നുന്നു. ട്രൂ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു പ്രണയ വിവാഹമൊക്കെ ആണോ ഇഷ്ടം പൊതുവെ? യു ആർ ഇൻടു ലവ് മാരേജ് ഓർ വീട്ടുകാർ കണ്ടുപിടിച്ചെന്നെ? എനിത്തിങ് ഇസ് ഫൈൻ. എനിക്ക് ഞാനായിട്ട് അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ലവ് കം അറേഞ്ച് മാരേജ്. ഫാമിലിക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല, അവര് സപ്പോർട്ടീവാണ്. പക്ഷെ എല്ലാം നോക്കിയിട്ട് തന്നെ അവരെ അറിയിച്ചുകൊണ്ട് തന്നെ എല്ലാം ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല, ഈ കൊല്ലം എങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇതെന്താ ഈ കൊല്ലം? ഇല്ലേ, വെറുതെ ചോദിച്ചതാ. ഒരു കല്യാണം കൂടാനായിരിക്കുമല്ലേ? ഞങ്ങൾക്കൊരു കപ്പിൾ ഇന്റർവ്യൂ. ഓ കൊല്ലൊന്നുമില്ല. പിന്നെ പക്ഷെ ഉടനെ ഉണ്ടാവും. ആണാ? അപ്പൊ ആരും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല, ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞല്ലോ. വെറുതെ ഉടനെ ഉണ്ടാകും മാളവികയുടെ കല്യാണം എന്നല്ലേ? ഇതിലേ മധുരം എന്തായെന്ന് നോക്കാം നമുക്ക്. നമ്മൾ മധുരം ഇട്ടിട്ടില്ലല്ലോ. മധുരം ഇട്ടിട്ടില്ല, പക്ഷെ ഈ മിക്സ്ഡ് പാക്കറ്റ് വാങ്ങിക്കുമ്പോഴേ ഓൾറെഡി ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ ചെന്നു കൈ കാണിച്ചു ഉള്ളൂ. നമ്മളത് എന്തായാലും കഴിക്കുള്ളൂ. യു ആർ റൈറ്റ്, ഓൾറെഡി മധുരം ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്ര മധുരം ഇട്ട് ഇത്ര ഇടണ്ട. എനിക്ക് തോന്നുന്നു ഇതന്നെ നല്ലതാ അല്ലേ? അല്ലേ? അസലായിരിക്കണു ഞങ്ങളുടെ പായസം. അല്ല, ഇപ്പം എനിക്ക് ദേവർകൊണ്ടേനെ അങ്ങനെ ഇഷ്ടമാണ് പറഞ്ഞില്ലേ, അതേമാതിരി എനിക്ക് സെലിബ്രിറ്റി ക്രഷ് ഒക്കെ ഉണ്ടാവില്ലേ? സെലിബ്രിറ്റി ക്രഷ് ഞാൻ കുറച്ച് നേരം ഇളക്കാം. ഇപ്പൊ ഉണ്ടോന്ന് ചോദിച്ചാ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര ആക്സസിബിൾ അല്ലേ, അപ്പൊ അങ്ങനെ ക്രഷ് എല്ലാരും കൊളീഗ്സ് മാതിരി ആയിരിക്കുമല്ലോ. അതെ, നേരത്തെ ഉണ്ടായിരുന്നു. അതെ, കൊളീഗിന്റെ അടുത്ത് ക്രഷ് വന്നാൽ ഭയങ്കര പാടാ അഭിനയിക്കാൻ, പിന്നെ ബുദ്ധിമുട്ടായാലും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? വെറുതെ എന്തിനാ ഫീലിങ്സ് വർക്കൗട്ട് ആയാലും. പണ്ടുണ്ടായിരുന്നോ? ഞാൻ ചെറുപ്പം മുതൽ ഐ വാസ് എ ഡൈ ഹാർട്ട് ഫാൻ ഓഫ് പൃഥ്വിരാജ്. ഓ, രാജുവേട്ടന് ക്രഷ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം എ വെരി ഡൈ ഹാർട്ട് ഫാൻ. അതന്നെ, അത് ക്രഷ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്കിപ്പം ക്രഷ് തോന്നാലോ. അതെ, വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. രാജുവിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? Which film was that? ഹീറോ. പക്ഷെ അനീതി ഇട്ടായിരുന്നു.
അതല്ല, ഞാൻ മൂവിയിൽ കണ്ടിന്യൂ ചെയ്യാൻ കാരണം ആക്ച്വലി ആ ഫിലിമാ. എന്താ കാരണം ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് നിദ്ര, അതിലാണ് എൻ്റെ ഫേസ് ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്തത്. പിന്നെ ഞാൻ അതോടുകൂടെ പറഞ്ഞു ഓക്കെ നമ്മളൊരു ട്രൈ നടത്തി, ദിസ് ഇസ് ഫൈൻ, നമുക്ക് എൻഡ് ചെയ്യാം എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു. പിന്നെ ആ സെറ്റിൽ നിന്ന് തന്നെ എനിക്ക് നെക്സ്റ്റ് മൂവി ഹീറോ വന്നു. അപ്പൊ പൃഥ്വിരാജ് എന്ന് കേട്ടോടുകൂടി മാത്രമാണ് ഇന്ന് ഇതും കൂടെ ചെയ്തിട്ട് രാജുവേട്ടനാണോ എന്നാ ഞാൻ എന്താ വരുന്നത് പെങ്ങളായിട്ടാണ്. ഐ വാസ് ഹാപ്പി, കാണാലോ എന്നുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട് ഭയങ്കര മസിലൊക്കെ ആയിട്ട് രാജുവേട്ടനുള്ള ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ചെയ്തൊരു ഫിലിമായിരുന്നു. ആ ട്രാൻസ്ഫോർമേഷൻ പറ്റി പറഞ്ഞാൽ ഇപ്പോഴുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ത് പറയണല്ലേ, ആടുജീവിതത്തിന് വേണ്ടിയിട്ട് കണ്ടിരുന്നോ പടം കണ്ടിരുന്നോ? ഓ യെസ്, ആൻഡ് വൺ ട്രാൻസ്ഫോർമേഷൻ, ഓൾ ഹിസ് ഹാർഡ് വർക്ക് ആണ് അതിൽ കാണാൻ പറ്റുന്നത്. ആസ് എ ഡൈ ഹാർഡ് ഫാൻ ഐ എം സോ 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 ഹാപ്പി. കാരണം കുറച്ച് നാളായി ആളുടെ സൈഡിൽ നിന്ന് ഒരു മൂവി വരണം വരണം എന്ന് ആഗ്രഹം ഉണ്ടല്ലോ. ദാറ്റ് ഹാസ് കം ആൻഡ് അത് റീച്ചായി. എവ്രി വൺ ഇസ് ഹാപ്പി, എവ്രി വൺ ഇസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. നമ്മുടെ പായസത്തിനൊരു നാടൻ ചായ ഇല്ല അല്ലെ, ഒരു മോഡേൺ ചായ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. അതെ, അതായിരിക്കും. പക്ഷെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ, എക്സ്പ്രഷൻ ഡസൻ സേ ദാറ്റ്. നമുക്ക് ഈ സാധനം വെന്തിട്ടില്ല. അയ്യോ, അപ്പോൾ അതെന്താ ചെയ്യാ? വേവണം. ഒരു മിനിറ്റ് നോക്കട്ടെ. അതിങ്ങനെ ഇളക്കി കൊണ്ടൊന്നാവില്ലേ? അത് തന്നെ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഈ അടുക്കളയിൽ അമ്മേൻ്റെ കൂടെ ഒക്കെ കയറാറുണ്ടോ? ലൈക്ക് ഷൂട്ടൊന്നും ഇല്ലാത്തൊരു ദിവസം ഹൗ ഡു യു സ്പെൻഡ് എ ഡേ? നല്ല ലേറ്റ് ആയിട്ട് എണീക്കും. കാരണം ഷൂട്ടിനൊക്കെ നല്ല നേരത്തെ എണീറ്റ് പോകേണ്ട സാഹചര്യങ്ങളാണ്. ചിലപ്പോൾ 4:30 ഒക്കെ എണീക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ഡേ കിട്ടുമ്പോൾ ഞാൻ നല്ലപോലെ കാലത്ത് ലേറ്റ് ആയിട്ട് എണീക്കും. പിന്നെ ഒരു 11 മണി. ഓ യെസ്, കോഴ്സ് എണീറ്റിട്ടുണ്ട്. അങ്ങനെ പിന്നെന്താ, നോർമലായിട്ട് ഫുഡ് കഴിക്കും വിശക്കാണെങ്കിൽ. അപ്പോൾ 11 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ബ്രഞ്ച് ആയല്ലോ. അപ്പോൾ ഉച്ചക്കലത്തും കാലത്തേക്കും കൂടെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ടി വി ഒക്കെ കണ്ട്, ടി വി കാണാനായിരുന്നു. എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഈ വടകര ഷൂട്ടിന് പോയി വന്നിട്ട് കുറേ കാലമായിട്ട് ടി വി കണ്ട് ഈ നമ്മുടെ നോർമൽ സാധാ ചാനലൊക്കെ വരുന്ന ഫിലിംസ് അല്ലേ, അതൊക്കെ കാണാണ്ട് എനിക്ക് ഭയങ്കര ക്രേവിങ് ആയിരുന്നു. ഈശ്വര, എന്തെങ്കിലും പഴയ പടങ്ങൾ ഇങ്ങനെ ഇരുന്ന് കാണണം. ഏത് സിനിമ അങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളത്? എനിക്ക് ശ്രീനിവാസൻ സാറൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത ഫിലിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ തലയണ മന്ത്രം അത് ഒന്നല്ലേ, അയ്യോ അതൊക്കെ അത് അവിടെ വെച്ച് ഒരെണ്ണം കണ്ടു. ഭയങ്കര ഒരു നൊസ്റ്റു അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ കാണാൻ ഭയങ്കര ക്രേവിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തി പിന്നെ നെറ്റ്ഫ്ലിക്സ് ആയി. നെറ്റ്ഫ്ലിക്സ് ചിൽ. യാ, അപ്പോൾ ടി വി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടു. പിന്നെ കുറേ നേരം ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്യും. പിന്നെ ജിമ്മിൽ പോവും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബ്രേക്കിലായിരുന്നു. 10 ദിവസമായിട്ട്. അതിപ്പോഴല്ല, അത് ഞാൻ മൂവി ചെയ്തപ്പോഴാന്ന് പറഞ്ഞേ. ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തു. കാരണം കുറച്ച് നാളായിട്ട് ബ്രേക്കിലായിരുന്നു. അപ്പോൾ ഐ തോട്ട് ഒരു കുറച്ച് ഡേയ്സ് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു പോവാലോ, വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെന്താ, പിന്നെ അമ്മയായിട്ട് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അമ്മയ്ക്ക് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആണ് മാളവികയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ? ലൈക്ക് ഓരോ ഔട്ട്ഫിറ്റ്സ് സെലക്ട് ചെയ്യുന്നതായാലും ഇപ്പൊ നേരത്തെ കമന്റ്സിന്റെ കാര്യം പറഞ്ഞില്ല, അതായത് അമ്മ നല്ല ലൈക്ക് അമ്മ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാതിരി കൂടെ ഉണ്ട്. യെസ് യെസ്, ബിക്കോസ് ഷീ ഈസ് വൺ ഹു നോസ് എവറിത്തിങ് അബൌട്ട് മീ. എൻ്റെ ഫ്ലോസ് ആയാലും പോസിറ്റീവ്സ് ആയാലും എല്ലാം. അപ്പൊ പിന്നെ എന്തുണ്ടെങ്കിലും ഐ ഗോ ടു ഹെർ. വേറെ എനിക്ക് അല്ലാതെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ അങ്ങനെ ഇല്ല. ലൈക്ക് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ അങ്ങനെ ഫ്രണ്ട് സർക്കിളൊക്കെ എങ്ങനെയാ? ഇല്ല, ഐ ഡോണ്ട് ഹാവ് അങ്ങനെ. അത് എന്താ പറയുക, അത് എൻ്റെ ഇതാണോ എനിക്കല്ലേ. ഓൾറെഡി ഞാൻ ഇപ്പോൾ 10 തവണ പറഞ്ഞു ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടായ ഒരു കുട്ടിയാണ്. ഇപ്പോൾ പിന്നെയും ബെറ്ററാ. അപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് ചെന്ന് മിംഗ്ലിയിൽ വളരെ കുറവാണ്. കാരണം അവരുടെ സ്പേസ് അല്ലെങ്കിൽ അവരുടെ ടൈമൊക്കെ ഞാൻ ആദ്യം ആലോചിച്ചിട്ട് മിണ്ടുന്ന ഒരാളാണ്. ചിലപ്പോൾ അവർ ഷൂട്ടിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് കൂടുതലല്ല, ഐ മീൻ കുറച്ച് ലോയലായിട്ടിരിക്കുക, കുറച്ച് സ്റ്റാൻഡേർഡ് ഇൻ ദ സെൻസ് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോവാ, ബാഗ് വെച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ. എനിക്കത് അവിടെയൊക്കെ എനിക്ക് കുറച്ച് നീറ്റ് ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ ബാക്ക് സ്റ്റാബിങ് പരിപാടികളൊക്കെ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ അതിന് മുമ്പ്? ഓ ഉണ്ട്, പിന്നെ നല്ല പാരയുണ്ട്. ആണോ? പിന്നെ നമുക്ക് അറിയാത്ത കഥകൾ. അപ്പൊ നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര അബി ഫ്രണ്ട്സ്. ഇല്ല, അതായിട്ടും രസം. എൻ്റെ കുറച്ചുള്ള പരിചയമുള്ള ആൾക്കാർ ചോദിക്കും ഞാൻ ഇത്രേ ആയിട്ടുള്ളൂ, അതായത് ഞാൻ ഇത്രേ ആയിട്ടുള്ളൂ, ഇത്രേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് എനിക്ക് വരെ ഇത്രയും പാരകളോ എന്ന് ഫിലിമിലുള്ള ആൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാ. അപ്പം ഞാൻ പറയും എന്താ ചെയ്യാനാ, അതങ്ങനെയാണ് നടക്കുക എന്ന് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു.
ആവില്ലേ ഞാൻ. അതെ, ഞാൻ എന്ത് ചെയ്തു? അവിടെ നിന്നിട്ട് പായസം ഇളക്കാൻ എൻ്റെ കൂടെ. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ മാളവിക ഒരു ആക്ട്രസ് ആയില്ലായിരുന്നെങ്കിൽ ആരായ? ഡാൻസർ. ആണോ? ഐ ലവ് ഡാൻസ്. അതുകൊണ്ട് വേറെ എനിക്ക് കുത്തിരുന്ന് ജോലി ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു സ്കൂളിലൊക്കെ? പഠിക്കണം എന്ന് വെച്ചാൽ പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ മടി കുറച്ചുണ്ടായിരുന്നു. ഇപ്പൊ ആ സൈഡിലേക്ക് പോകാറില്ല. അതുകൊണ്ട് ഏരിയയിലേക്ക് ഞാൻ പോകാറില്ല. ഇനി ഇത് എത്ര നേരം ഇളക്കണം? ഞാൻ ഇളക്കാം കുറച്ചു നേരം, പാവം. ഡു യു സിംഗ്? നോ, ഒട്ടും ഇല്ല. ഐ എൻജോയ് സിംഗിങ്. അല്ല ഐ എൻജോയ് മ്യൂസിക്, ബട്ട് സിംഗിങ് അത്ര ഇല്ല. ഇനി എന്തോ നോക്കാം നമുക്ക്. എനിക്ക് ക്ഷമ തീരില്ലാത്ത ഒരാളാ. ആണോ? ഹൗ അബൌട്ട് യു? എനിക്ക് കുറച്ച് കൂടുതലാണ്. ദേഷ്യമൊന്നും വരത്തില്ല പെട്ടെന്ന്? ഇല്ല, മാക്സിമം പിടിച്ചിരിക്കും. ലാസ്റ്റ് ആവുമ്പോൾ മാത്രം അത്രയും സഹി കിട്ടുമെന്ന് മാത്രം ഉണ്ടെങ്കിൽ ഐ വിൽ സേ സംതിങ്. അത്രേ ഉള്ളൂ. ഇംഗ്ലീഷുകാർ പറയുന്നില്ല മാൽവിക, അങ്ങനെ പുറത്തൊക്കെ വിളിക്കുന്നത് മാൽവിക. മാളവിക, മാളവിക ഇവിടെ വീട്ടിലെ വിളിക്കണേ ആളു. അങ്ങനെ ഞാനും മാളവികയും കൂടെ ചേർന്നിട്ട് ഞങ്ങളുടെ പാലട പായസം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. യെസ് ഗൈസ്. എന്തെങ്കിലും രണ്ടു വാക്ക് പറ, മണം ഉണ്ടെന്നൊക്കെ പറ, തള്ളി വിടാം. ഞാനതൊരു 10 തവണ പറഞ്ഞു. അവര് വിചാരിക്കില്ല ഈ കുട്ടിക്ക് മണം മാത്രം പറയാൻ അറിയുള്ളൂ. ഇനി ഒന്ന് ട്രൈ ചെയ്യട്ടെ, നമുക്ക് ഗുണം നോക്കാം. ഞാൻ സെർവ് ചെയ്ത് തരട്ടെ? സാധനം ഉണ്ട് കേട്ടോ. സോറി ഗൈസ്, കുറച്ച് സാധനങ്ങൾ ഇടാൻ മറന്നു. എന്താ പെട്ടെന്നല്ലേ ഇത്. ഞങ്ങൾ ആദ്യം നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനമാണ്. നമുക്ക് ഇടൂ. ഞാനിതിങ്ങനെ പൊങ്ങി കിടക്കുന്ന വിചാരിച്ചത്. എന്താ പൊങ്ങി കിടക്കാത്ത? പറഞ്ഞ പോലെ അന്ന് പൊങ്ങി വരാത്തത്. നോർമലി അങ്ങനെയല്ലേ കിടക്കുക? ഇപ്പൊ പൊങ്ങി വരേണ്ടി തോന്നണേ. അത് എന്താണ്, തടി കൂടുതലുള്ളതുകൊണ്ടാണ്. താഴെ പോയാവും, എനിക്കറിയില്ല. നമ്മളറിയാത്ത കാര്യം ഒരുപാട് പറയണത്. അല്ല, പക്ഷെ ഇളക്കുമ്പോ കിട്ടിയാൽ മതിയല്ലോ. മുകളിൽ കിടക്കണം എന്നുണ്ടോ? പക്ഷെ ആ ഒരു ഭംഗിക്ക് ഇന്ന് മുകളിൽ വരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വരുന്നില്ല. ഒരു വിചിത്രമായിട്ടുണ്ടോ നമ്മുടെ പായസം കണ്ടിട്ട്? അങ്ങനെയൊന്നുമില്ല. ലെറ്റ്സ് ബി പോസിറ്റീവ്. പ്രധാന സാധനം മറന്നുപോയി നമ്മള്. മിൽക്കി മിസ്റ്റ്, മിൽക്കി മെയ്ഡ്, സോറി മിൽക്ക് മെയ്ഡ്. ഇങ്ങനെയല്ലേ പൊട്ടിക്കുന്നത്? എനിക്ക് ഇങ്ങനത്തെ പൊട്ടിച്ച് വലിയ പരിചയമില്ല. എന്താ പരിചയമില്ലാത്ത? ഞാൻ അടുക്കള കയറാറില്ല. അയ്യോ, ഇതെന്താ വരാത്ത? അല്ലേ? ഇപ്പൊ വന്നില്ലേ? ഞങ്ങക്ക് അധികം വലിയ മധുരം വേണ്ട, അവര് കുറച്ച് ഒഴിക്കാം. കുറച്ച് മതി. നിർത്താൻ പറയണേ. ഒഴിച്ചില്ലേ? ഇതുണ്ടല്ലോ, ഇത് വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റാ. അയ്യോ, ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല? ഒരു സ്പൂൺ വേണ്ട. ഷുഗർ കട്ടായിരിക്കും. എന്നാ അതിന് പായസം എടുക്കട്ടെ? പായസം നമ്മൾ ഉണ്ടാക്കിയത് ട്രൈ ചെയ്യണമല്ലോ. അതിൽ ഒരു ഷുഗർ വരില്ലല്ലോ. ചൂട് ഇല്ല? ഇല്ലല്ലോ, ചൂടില്ല. കുടിക്കുമ്പോ ഉണ്ടാവും കേട്ടോ. ലുക്സ് ഗുഡ് അല്ലേ? സ്പൂൺ യു ട്രൈ. നൈസായിട്ടല്ലേ? ഞാൻ കുടിച്ചോ. കൊള്ളാം. നോക്കട്ടെ, അടുത്ത് തന്നെ. ഇത് കുറച്ച് ഞാൻ നോക്കട്ടെ. കുറച്ചുകൂടെ ഇടണം. കേവായിരിക്കണോ? അല്ല, ഞാൻ അതിശയിട്ടില്ല. കൊള്ളാലോ. നല്ല നമ്മൾ ഉണ്ടാക്കിയിട്ട് പറയല്ല ഗൈസ്, നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് അട വേണമായിരുന്നു തോന്നുന്നു അല്ലേ? കുറച്ച് പാല് കൂടുതലുണ്ട്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ്സ് എ വെരി നൈസ് പായസം. എനിക്ക് ഇഷ്ടപ്പെട്ടു. പാകത്തിന് മധുരം നമ്മൾ ഓവറായിട്ട് ഇട്ടിട്ടില്ല. അതെ, ഷുഗർ ഇട്ടിട്ടില്ല ആക്ച്വലി. ഇട്ടോ? ഇല്ല. അതാ ഞാൻ ഒന്നുകൂടെ ഒന്ന് സിപ്പ് ചെയ്ത് നോക്കി. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായി. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് മാളു വന്നതില്. ഉടനെ കല്യാണം ഉണ്ടാവുന്നതല്ലേ, പ്രതിസുദ്ധ വരനായിട്ട് വരണം. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ഇതേപോലെ അന്ന് സദ്യ ആക്കി കളയല്ലേ? അതെല്ലേ? അപ്പം എന്തായാലും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. താങ്ക് യു സോ മച്ച്. നൈസ് സ്പെൻഡിങ് ടൈം വിത്ത് യു ഓൾ. ബൈ. അപ്പം നമുക്ക് വീണ്ടും വേറൊരു ഇന്റർവ്യൂല് കാണാം. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല വിഷു വിഷസ് കൊടുത്തിട്ട് നമുക്ക് എപ്പിസോഡ് തീർച്ചയായിട്ടും അതന്നെ പറയാനുള്ളൂ. എല്ലാവർക്കും നന്മ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. ഹാപ്പി വിഷു.
കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും വർണ്ണത്തുകിൽ ചാത്തി കനകക്കിങ്ങിണി വളകൾ മോതിരമണിഞ്ഞു കാണേണം ഭഗവാനെ.